അങ്ങനെ വിധിച്ചോ? എന്തായാലും സമാധാനമായി. അങ്ങനെ അതിന്റെ കാര്യത്തിലൊരു തീരുമാനമായി. ശരി അമ്മാവാ, ഞാൻ പിന്നെ വിളിക്കാം. അനുപേട്ടാ, അനുപേട്ടാ, എന്താടി? ഒന്നിങ്ങ് വന്നേ. എന്താടി? എന്താ നീ വലിയ സന്തോഷത്തിലാണല്ലോ? ഇത് ശരിക്കും സന്തോഷിക്കേണ്ട കാര്യം തന്നെയാ. നമുക്ക് ലോട്ടറി അടിച്ചു അനുപേട്ടാ. ലോട്ടറിയോ? അതിനിപ്പോ നീ എപ്പോഴാ ലോട്ടറി എടുത്തത്? അയ്യോ, ഞാൻ പറഞ്ഞത് ആ ലോട്ടറി അല്ല. പിന്നെ? അതെ, കേസിൽ കിടന്ന നമ്മുടെ ഫാമിലി പ്രോപ്പർട്ടി ഇല്ലേ, ഹൈവേക്ക് അടുത്തുള്ളത്, അത് വിധിയായി. എതിർ പാർട്ടിക്കാർ കൊടുത്ത കേസ് കോടതി തള്ളിക്കളഞ്ഞു. നമുക്ക് അനുകൂലമായിട്ടാ ഇപ്പൊ വിധി വന്നേക്കുന്നത്. ഉടൻ തന്നെ ആ പ്രോപ്പർട്ടി വിൽക്കാൻ പറ്റും. നല്ലൊരു തുക കിട്ടും നമുക്ക്. അതുകൊണ്ട് നമുക്കൊരു വീട് വാങ്ങിക്കണം. ഈ വിധി വന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. പക്ഷേ ഇന്നത്തെ ദിവസം തന്നെ ഈ വിധി വരണമെന്നുള്ളത് ദൈവത്തിന്റെ നീതിയാ. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താന്ന് നിനക്കറിയില്ലേ? എന്തോന്ന് പ്രത്യേകത? ഒരു പ്രത്യേകതയില്ലേ? എടീ, നിനക്ക് ഈ ലോട്ടറി അടിച്ചതിനേക്കാളും വലിയ സന്തോഷം ഞങ്ങൾക്ക് കിട്ടിയ ദിവസമാണെന്ന്. അച്ഛന് കുഞ്ഞ് ജനിച്ച ദിവസം. അതും കോടതി വിധിയും തമ്മിൽ എന്താ ബന്ധം? ബന്ധമുണ്ട്. അത് മനസ്സിലാക്കാനുള്ള വിവരം നിനക്കില്ലാതെ പോയി. എടീ, അച്ഛന് കുഞ്ഞ് ജനിച്ച ദിവസം തന്നെയാണ് ഈ ഭാഗ്യം നിനക്ക് കിട്ടിയത്. അതിന്റെ അർത്ഥം എന്താ? അച്ഛൻ്റെ കുഞ്ഞ് ഈ വീടിന്റെ ഭാഗ്യമാണോ ദോഷമാണോ എന്ന് ഇനിയെങ്കിലും നീ തിരിച്ചറിയണം. ഈ കോടതി വിധി ഇതിനു മുമ്പും അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞും വരാറുന്നില്ലേ? ഇന്നത്തെ ദിവസം തന്നെ ഇത് വരാൻ കാരണം എന്താ? അവന്തിയുടെ വാക്ക് കേട്ട് ആ കുഞ്ഞ് വലിയ ദോഷമാണെന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കിയത് നീയല്ലേ? ഇപ്പം കാണാൻ ആഗ്രഹം തോന്നിയോ?